എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ. സാൻവിക്ക് ഭയങ്കര സങ്കടം. സാൻവിയുടെ കാലൊന്ന് മുറിഞ്ഞ് അല്ലേ. കാല് കാണിച്ചു കൊടുത്തേ. ഇവിടെ ബാല്യ പൊട്ടിച്ചോണ്ട് നടക്കുകയാണ്. അവള് പെൻസിൽ താഴെ കിടന്നിരുന്ന് എൻ്റെ ഇപ്പ് മാറ്റിയിടുന്ന ആ പെൻസിലുണ്ടല്ലോ, ആ ടൈപ്പ് പെൻസിൽ, അത് താഴെ കിടന്ന് അതേ കയറി ചവിട്ടി കാലിൻ്റെ തള്ളവരലിൻ്റെ താഴെ മുറിഞ്ഞ് അതിനുശേഷം കാല് നിലത്ത് കുത്താതെ ഞൊണ്ടിയാണ് നടക്കുന്നത്. എങ്ങനെയാ മക്കൾ നടക്കുന്നത് കാണിച്ചു കൊടുത്തേ. അപ്പൊ എങ്ങനെ നടക്കണേ? അപ്പൊ എങ്ങനെ നടക്കണേ? ഞൊണ്ടിയാണ് നടക്കുന്നത്. കാണിച്ചു കൊടുത്തേ എങ്ങനെയാന്ന്. ഞൊണ്ടി നടന്നുകൊണ്ടുണ്ട്. അവിടെ താഴെ തൊടുന്നില്ല. നീ മുറിഞ്ഞ കാലിന്റെ താഴെ ആയതുകൊണ്ട് അവിടെ തട്ടുമ്പോ നമുക്ക് നോവുമല്ലോ, അതുകൊണ്ട് കാല് താഴെ കുത്താതെ ഞൊണ്ടി നടക്കുകയാണ് അല്ലേ. അപ്പൊ ബാൻഡേജ് ഇട്ടേക്കാണ്. ബാൻഡേജ് ഇട്ടിക്കുമ്പോ ഒക്കെ ഞാൻ വിചാരിച്ചിട്ട് താങ്ങുന്നത് ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. മക്കൾ സിനിമ കാണുവാണോ? വീഡിയോ പറ. വീഡിയോ പറക്കള്. പിന്നെ വിശേഷം പറ. അംഗൻവാടി പോകാതെ ഇവിടെ മടിച്ചിരുന്നതാണ്, അങ്ങനെ പറ്റിയതാണ്. പറ. മുടിയോ? ഇവിടെ വാവ വെക്കണ മുറിയുണ്ട് കേട്ടോ. ഇവിടെ വാവ വെക്കണ മുറിയുണ്ട്, കട്ടിലുണ്ട് അതിനകത്ത്. അവിടെ ആയി വാവ വെക്കും. പിന്നെ ഒരു കട്ടിൽ ഇവിടെ ഉണ്ടോ, ഒരു കട്ടിൽ അപ്പുറത്തുണ്ട്. അതൊരു പാട്ട് പാടി കൊടുക്കുവോ? ആ പാട്ട് പാട്. വേറെ പാട്ട് പാട്. വാങ്ങിച്ചമോളെ വാങ്ങിച്ചമോളെ. അംഗൻവാടി പോയി പഠിക്കുന്ന പാട്ടുകളാണ്. വേറെ കുറെ പാട്ടുകൾ പാടുമായിരുന്നു, ഇപ്പൊ എല്ലാം മറന്നുപോയി. അവളെല്ലാം പാടാതിരുന്ന് മറന്നുപോയി. വേറെ പാട്ട് ഏതാക്കളെ? വേറെ പാട്ട്, അംഗൻവാടി പഠിച്ച പാട്ട് അതല്ല, വേറെ പാട്ട്. ബൊമ്മയുടെ പാട്ടല്ലാതെ വേറെ പാട്ട്. ജോണി എസ് പപ്പ പാടിക്കേ. A for apple. B for bat. C for cat. പൂച്ച അതാണ് ക്യാറ്റ് കേട്ടോ. പൂച്ച. പിന്നെ D for dog. A for apple. B for C for ആണ് cat. D for bat. C for cat. D for apple. D for dog. Dog എന്താണ്? പട്ടി. അതൊക്കറിയാം. സൺഡേ മൺഡേ പറഞ്ഞേ. സാറ്റർഡേ. പിന്നെ
അപ്പോൾ ഇതൊക്കെയാണ് ആയിയുടെ വിശേഷങ്ങൾ. അതിനിടയ്ക്ക് അവൾ സീരിയൽ കണ്ടിട്ട് അതിനകത്തോട്ട് ശ്രദ്ധിക്കുകയാണ്. ഞാനും ഇടയ്ക്ക് അറിയാതെ പഴയ നമ്മുടെ സാന്ത്വനം സീരിയൽ കണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു പോയി. സാന്ത്വനം സീരിയൽ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയിരുന്നല്ലോ. അവൾ പോയി ടി വി ഓഫ് ചെയ്ത് ഞാൻ ടി വി ശ്രദ്ധിച്ചതിന്. സാൻവി ഓഫ് ചെയ്തോ ടി വി? ആ റിമോട്ടുണ്ട് എൻ്റെ കയ്യിൽ. 2 റിമോട്ടുണ്ട്. ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് അത്തമാകാറായി. ഓണത്തിന് എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് കാണോ? ഞങ്ങൾ ഓണക്കോടി ഒന്നും എടുത്തില്ല. മക്കളെ ഓണക്കോടി എടുത്തോ? പുത്തനുടുപ്പ് എടുത്തോ? പുത്തനെടുത്ത് തന്നില്ലേ? ഇല്ലേ? പുത്തനോട് പറയണം കേട്ടോ ഓണക്കോടി എടുത്തു തരാൻ. ആ പുതിയ ഉടുപ്പ്. സാനിക്ക് ഈ പ്രാവശ്യം വലിയ ലക്കില്ലെന്ന് തോന്നുന്നു. കാരണം ഉടുപ്പുകളൊക്കെ കുറവാണ് കിട്ടുന്നത്. മറ്റേ കഴിഞ്ഞ 2 വർഷം സാനിക്ക് ഇഷ്ടം പോലെ ഉടുപ്പ് കിട്ടുമായിരുന്നു. അങ്ങനെ ഈ തവണ ബർത്ത്ഡേ അങ്ങനെ നടത്താഞ്ഞോണ്ട് വലിയ ഉടുപ്പൊന്നും കിട്ടിയില്ല. ഒരുടുപ്പ് എങ്ങാണ്ട് അവളുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു, അതേ ഉള്ളൂ. ഉടുപ്പൊന്നും കിട്ടിയില്ല. ആരെയും വിളിക്കാഞ്ഞോണ്ടൊക്കെ പിന്നെ അങ്ങോട്ട് ആരും ഇങ്ങനെ ഉടുപ്പൊന്നും എടുത്ത് കൊടുത്തില്ല. ഇത്തവണ ഉടുപ്പ് കളക്ഷൻ കുറവാണ്. ഉള്ള ഉടുപ്പുകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ 2 തവണയായിരുന്നു എനിക്ക് ലക്ക്. ഫുള്ള് ഉടുപ്പുകളായിരുന്നു. എത്ര ഉടുപ്പാ ഓരോ പരിപാടിക്കും ഉടുപ്പ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. നക്കിയാൻറ്റി അപ്പൂസും ബർത്ത്ഡേക്ക് വന്നായിരുന്നു കേട്ടോ. നക്കിയാൻറ്റി അപ്പൂസും ബർത്ത്ഡേക്ക് വന്ന ഒരു ഉടുപ്പ് കൊണ്ട് തന്നു. അല്ലു അമ്മു വന്ന ഒരു ഉടുപ്പ് കൊണ്ട് തന്നു. അങ്ങനെ 2 ഉടുപ്പ്. അമ്മു കൊണ്ടുവന്നു. അത് റെഡ് കളറായിരുന്നല്ലേ? അത് റെഡ് കളർ ഉടുപ്പായിരുന്നു. നമുക്ക് നാളെ അങ്കൻവാടിയിൽ എല്ലാവരും റെഡ് കളർ ഉടുപ്പിട്ടുകൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത്. അവർക്ക് റെഡ് കളർ ഒരെണ്ണം ഇരിക്കുന്ന ഇത്തിരി വലുതാണ്. അതൊന്ന് അടിച്ച് ശരിയാക്കാൻ തയ്ക്കാൻ കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്തിരി ചെറുതാക്കണം. 2 പുതിയ ഉടുപ്പ് ഇരിപ്പുണ്ടല്ലേ എടുക്കാത്തത്? അമ്മ അത് മറന്നുപോയി. ബർത്ത്ഡേക്ക് കിട്ടിയത്. അയ്യോ, അതിൻ്റെ കാര്യം അമ്മ മറന്നുപോയി. അതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ കുട്ടൻ്റെ കസേരയുണ്ട്. മക്കൾക്ക് പന്തളത്ത് വീട്ടിൽ പോകാനാണോ ഇഷ്ടം, വർക്കല വീട്ടിൽ പോകാനാണോ ഇഷ്ടം? പന്തളത്ത് വീട്ടിൽ പോകാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. പന്തളം വീട് എൻ്റെ വീട്, വർക്കല വീട് ചേട്ടൻ്റെ വീട്. അവളോട് ചോദിക്കാൻ ഏത് വീട്ടിൽ പോകാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവൾ പറയും പന്തളം വീട്ടിൽ പോകാനാണ് ഇഷ്ടമെന്ന്. വർക്കല വീട്ടുകാർ കേൾക്കണ്ട. പന്തളം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചി, അപ്പച്ച, അക്കു, ഞാന്, കുട്ട, അമ്മ. വർക്കല വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പിന്നെ വേറെ എന്താണ് വിശേഷം? ഇവിടെ ടി വി ഉണ്ട്. അത് ഞാൻ ആയി പോയി ഓഫ് ചെയ്തു. അതാണ് ടി വി ഉണ്ട്. വാഷ് ബേസിന്റെ അവിടെ ടി വി ഇരിക്കുന്നു. പിന്നെ
സൈക്കിൾ ഉണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് വലുതായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ തട്ടിക്കൂട്ടുമായിട്ടൊക്കെ പോകുന്നു. മക്കൾ ഇന്ന് കഴിച്ച തോരൻ്റെ പേരെന്താ? മക്കൾക്ക് ഇഷ്ടമുള്ള തോരൻ? വൻപയർ തോരൻ. ആയിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻപയർ തോരൻ. ആയിക്ക് ഇന്ന് ഞാനത് ഉണ്ടാക്കി കൊടുത്ത്. ഇന്നത് വാരി കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി വൻപയർ തോരൻ വേണം അമ്മ, വൻപയർ തോരൻ വേണമെന്ന് പറയാം. വൻപയറെന്നൊന്നും പറയാൻ അറിയത്തില്ല അമ്മ. തോരൻ 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 വേണം. എന്തൊരു തോരൻ? അവിടെ ഇരിപ്പുണ്ട് അത് കേട്ടോ. ആ, അതൊക്കെ ഇഷ്ടമാണോ വൻപയർ തോരൻ? വൻപയർ തോരൻ എവിടെ ഇരിക്കണോ? അടുപ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആ, തീർന്നു കേട്ടോ, തീരാറായി. ആ, കുറച്ചുകൂടി ഉള്ളു. രാത്രി എനിക്ക് ചോറുണ്ണാനുള്ളതേ ഉള്ളൂ. ആ, പിന്നെ കൂക്കു കൂക്കു തീവണ്ടി അറിയോ പാട്ട്? കൂക്കു കൂക്കു തീവണ്ടി, ആ, കൂകിപ്പായും തീവണ്ടി, ഡം ഡം പപ്പടം, കാവിലുള്ള പപ്പടം, ഡം ഡം പപ്പടം, കാവിലുള്ള പപ്പടം. അപ്പൊ ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. കൂക്കു കൂക്കു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി കുഞ്ഞൻ തീവണ്ടി, കൊണ്ടും തീവണ്ടി, കൂക്കു കൂക്കു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ അമ്മ. വേറെ എന്താ പറയാനുള്ളത്? എന്റെ കയ്യിൽ ബോളുണ്ട്. ബാള് കാണിച്ചു കൊടുത്തോ? അപ്പൊ ആരാ ബോള് വാങ്ങിച്ചു തന്നെ? അപ്പൂപ്പ വാങ്ങിച്ചു തന്ന ബോളാണ്. ചേട്ടൻ്റെ മാമ വാങ്ങിച്ചു കൊടുത്താണ് തന്നെ. അപ്പൂപ്പ വാങ്ങിച്ചു കൊടുത്ത ബോളാന്ന് പറയുന്നത്. കൂകിപ്പായും തീവണ്ടി, ഉറക്കം വരുന്നു. ഉറക്കം ശരിയായില്ല. സാന്യ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. ഞാൻ പക്ഷെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഉറങ്ങിയില്ല. കിടക്കുവാണോ? സാന്നിധ്യ പതുക്കെ കിടക്കാൻ കൊണ്ട് തറയിൽ പോയി ഇരുന്നിട്ടുണ്ട്. ഞൊണ്ടി ഞൊണ്ടിയാണ് അവിടെ പോയിരുന്നത്. അവിടെ പതുക്കെ കിടപ്പായിട്ടുണ്ട്. ബൈ പറഞ്ഞു എല്ലാവർക്കും. ബൈ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉമ്മയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.